ദേവമംഗല അസ്ട്രോമീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്ര നക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശിയിലും ബാക്കി മുക്കാൽ ഭാഗം കന്നി രാശിയിലാണ് വരുന്നത്. ചിങ്ങൻ രാശിയിൽ ജനിച്ചവരെ ചിങ്ങക്കൂറുകാരെന്നും കന്നിരാശിയിൽ ജനിച്ചവരെ കന്നിക്കൂറുകാരെന്നും പറയുന്നു. ഗോചരവശാൽ ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം 11-ലും കന്നിക്കൂറുകാർക്ക് വ്യാഴം 10-ലും അനുകൂലമായി നിൽക്കുന്നുവെങ്കിലും അതിൻ്റേതായ ഗുണഫലങ്ങൾ കുറവേ അനുഭവപ്പെടുകയുള്ളൂ. കാരണം ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമശനിയും കന്നിക്കൂറുകാർക്ക് കണ്ടകശനിയും ഈ വർഷക്കാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതിനാൽ വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ ഈ രണ്ടു കൂറുകാർക്കും വേദിച്ചു പോകാൻ ഇടവരുന്നു. അതിനാൽ വിഷ്ണുപ്രീതിക്കായി വ്യാഴാഴ്ച വ്രതവും വിഷ്ണു സഹസ്രനാമ ജപവും ശനിപ്രീതിക്കായി ശനിയാഴ്ച വ്രതവും ശനിപ്രീതികരങ്ങളായ കർമ്മങ്ങളും അനുഷ്ഠിച്ചാൽ ദോഷത്തിന് പരിഹാരമാകും എന്നു മാത്രമല്ല ഗുണഫലങ്ങൾ അനുഭവയോഗ്യമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഉത്തര നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളായ ചിത്തിര, വിശാഖം, ഉത്രട്ടാതി, രേവതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളിൽ ശുഭകാര്യങ്ങൾ ആവുന്നതും ഒഴിവാക്കുന്നതും ഈ നക്ഷത്രക്കാരുമായി തൻ്റെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കിടാതിരിക്കുന്നതും ഇവരുമായി ചേർന്ന് കൂട്ടുസംരംഭങ്ങൾ തുടങ്ങാതിരിക്കുന്നതുമായിരിക്കും ശ്രേയസ്കരം. എന്നുവെച്ച് ഈ നാളുകാരെ എല്ലാത്തിൽ നിന്ന് ഒഴിവാക്കണമെന്നല്ല, ഇവരുമായി പങ്കുവയ്ക്കുന്ന കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് ഉദ്ദേശിച്ചത്. ഉത്രനാളുകാരുടെ 2026 ഏപ്രിൽ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായി കാണുന്നു. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും സമയം ഏറെക്കുറെ അനുകൂലമായി കാണുന്നു. വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിധത്തിൽ അല്ലെങ്കിലും വിജയം കൈവരിക്കാൻ കഴിയും. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും ചില ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഉദ്ദേശിച്ച പോലെ സാഹചര്യം അനുകൂലമായി വരും. തൊഴിലന്വേഷകർക്കും സമയം ഏറെക്കുറെ അനുകൂലമായി കാണുന്നു. തൊഴിൽ രംഗത്തുള്ളവർക്ക് വലിയ നേട്ടങ്ങളോ കോട്ടങ്ങളോ കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയും. വിവാഹാലോചകർക്കും പ്രണയതാക്കൾക്കും സമയം അത്ര അനുകൂലമായി കാണുന്നില്ല. വരവിനേക്കാൾ ചിലവിന് ഇടവരുന്നതിനാൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. എന്നാൽ കന്നിക്കൂറുകാരായ ഉത്തര നക്ഷത്രക്കാർക്ക് ചിങ്ങക്കൂറുകാരെ അപേക്ഷിച്ച് അവസ്ഥ കുറച്ച് മെച്ചമായി കാണുന്നു. പൂർവിക സ്വത്ത് സംബന്ധിച്ചുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. എങ്കിലും എല്ലാ കാര്യത്തിലും തടസ്സങ്ങളും മാന്ദ്യവും വന്നുപെട്ടുകൊണ്ടിരിക്കും. അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നതും എടുത്തുചാട്ടവും മുൻകോപവും മാനഹാനിക്കും ധനനഷ്ടത്തിനും ഇടവരുത്താൻ സാധ്യത കാണുന്നു. എന്നാൽ ശത്രുതയിലായിരുന്ന ബന്ധുക്കളും മിത്രങ്ങളായി മാറും. സഹോദരങ്ങളിൽ നിന്നും സഹായം വർദ്ധിക്കും. അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്ന് ആശ്വാസം കൈവരും. അയൽവക്കക്കാരുമായുള്ള ബന്ധത്തിന് ചെറിയ മങ്ങലേക്കാൻ സാധ്യത കാണുന്നു. ഭയം മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. ഉത്തര നക്ഷത്രക്കാരുടെ 2026 മെയ് മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഉത്തരം ചിങ്ങക്കൂറുകാർക്ക് ഉത്തരം കന്നിക്കൂറുകാരെ അപേക്ഷിച്ച് ഗുണാനുഭവങ്ങൾ കൂടുതലായി ഉണ്ടാകും. എന്നാൽ കന്നിക്കൂറുകാരായ ഉത്തര നക്ഷത്രക്കാർക്ക് അത്ര മോശമാണെന്നല്ല, ചിങ്ങക്കൂറുകാർക്കായിരിക്കും കൂടുതൽ ഗുണഫലങ്ങൾ എന്ന് ചുരുക്കം. ഈശ്വരാനുഗ്രഹമുണ്ടാകും. സാമ്പത്തിക നില മെച്ചപ്പെടും. ആഗ്രഹിച്ച കാര്യങ്ങൾ വലിയ തടസ്സം കൂടാതെ നേടാൻ കഴിയും. കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനുതകുന്ന കാര്യങ്ങൾ ചെയ്യും. തൊഴിൽ രംഗത്ത് പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയും. ഒരു പ്രത്യേക ഊർജം കൈവരും. പുതിയതോ പഴയതായ വാഹനങ്ങൾ വാങ്ങാൻ യോഗം കാണുന്നു. ബിസിനസ് രംഗത്തുള്ളവർക്ക് നേട്ടമുണ്ടാകും. എന്നാൽ ഷെയർ ബിസിനസ് രംഗത്തുള്ളവർക്ക് വലിയ നഷ്ടങ്ങൾക്ക് ഇടവന്നേക്കാം. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മാനസിക സമ്മർദ്ദവും അലച്ചിലും അതുമൂലം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടവന്നേക്കാം. വിവാഹാലോചകർക്ക് സമയം അനുകൂലമായി കാണുന്നു. സമൂഹത്തിലെ മഹൽ വ്യക്തികളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഇടവന്നേക്കാം. ഉത്തര നക്ഷത്രക്കാരുടെ 2026 ജൂൺ മാസത്തെ പൊതുവായ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ചിങ്ങക്കൂറുകാരായ ഉത്തരനാളുകാർ അനുഭവിച്ചിരുന്ന ഗുണഫലങ്ങൾക്ക് കുറവും എന്നാൽ കന്നിക്കൂറുകാരായ ഉത്തരനാളുകാർ അനുഭവിച്ചിരുന്ന ക്ലേശങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസവും കൈവരും. സാമ്പത്തികമായും ആരോഗ്യപരമായും പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വന്നു ഭവിക്കാനിടയുണ്ട്. മറ്റുള്ളവരുടെ അതൃപ്തിക്ക് പാത്രമാകും. അതിൽ നിന്നുള്ള മോചനത്തിനായി മനസ്സാക്ഷിക്ക് യോജിക്കാത്ത പലതും ചെയ്യും. സ്ത്രീകൾ മൂലം സാമ്പത്തിക നഷ്ടത്തിനും പേരുദോഷത്തിനും ഇടവരാൻ സാധ്യതയുള്ളതിനാൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളിക്ക് രോഗാതി ദുരിതങ്ങൾക്ക് ഇടവരും. അതുമൂലം മനസ്സ് അസ്വസ്ഥമാകും.
മാസാന്ത്യത്തോടെ തൊഴിൽ രംഗത്ത് മെച്ചപ്പെട്ട അനുഭവങ്ങളുണ്ടാവും. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അംഗീകാരം ലഭിക്കും. എന്നാൽ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മാനസിക സമ്മർദ്ദത്തിനും അലച്ചിലിനും സാധ്യത വർദ്ധിക്കുന്നു. ഉത്രനക്ഷത്രക്കാരുടെ 2026 ജൂലൈ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ചിങ്ങക്കൂറുകാരായ ഉത്രനക്ഷത്രക്കാർക്ക് ശാന്തിയും സമാധാനവും കുറേയൊക്കെ കൈവരും. കുടുംബത്തിൽ സുഖാന്തരീക്ഷം കൈവരും. തൊഴിൽ രംഗത്ത് ഉയർച്ചയും അംഗീകാരം ലഭിക്കും. മനസ്സ് ഏറെക്കുറെ ശാന്തമാകും. വസ്തു ഇടപാടുകളിൽ നിന്ന് ധനലാഭവും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വസ്തുവകൾ തിരികെ ലഭിക്കാനും ഇടവന്നേക്കാം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനിടവരും. സന്താനങ്ങൾക്ക് ഉയർച്ചയും അംഗീകാരവും കൈവരും. സന്താനങ്ങളെ കൊണ്ട് സുഖാനുഭവങ്ങളുണ്ടാവും. വിവാഹപ്രായമായവർക്കും വിവാഹം ആലോചിക്കുന്നവർക്കും സമയം ഏറെക്കുറെ ഗുണകരമായി കാണുന്നു. എന്നാൽ കന്യക്കൂറുകാരായ ഉത്രനക്ഷത്രക്കാർക്ക് പലവിധ കാരണങ്ങൾ ക്ലേശാനുഭവങ്ങളുണ്ടാവും. ബന്ധുക്കൾ അകൽച്ച കാണിക്കും. ദൂരയാത്രകൾ കൊണ്ട് ബുദ്ധിമുട്ടും അലച്ചിലും അനുഭവപ്പെടും. ജീവിത പങ്കാളിക്ക് രോഗാതി ദുരിതങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉത്രനക്ഷത്രക്കാരുടെ 2026 ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള പൊതുവായ മാസഫലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ ചെറിയ നേരിയ വ്യത്യാസങ്ങൾ കണ്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നതോടൊപ്പം ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.